മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു എന്ന വിവരം വരുന്നു. തുടർച്ചയായ വിമർശനങ്ങളെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായത്. ഇന്ന് ചേർന്ന മുഷാവറ യോഗമാണ് സസ്പെൻഡ് ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ച ലീഗ് അനുകൂലികൾ 100ാം വാർഷിക സ്വാഗത സംഘ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഷഹദ് റഹ്മാനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ്? സ്മിത, അതായത് ഈ ലീഗ് സംസ്ഥാന തർക്കം ഇന്നലെയോ തുടങ്ങിയ പ്രശ്നങ്ങളല്ല. അത് കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ടുണ്ട്. ഇടക്കാലത്ത് അതിനൊരു വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നേതാക്കളൊക്കെ ഇടപെട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു അനുനയ ചർച്ചകൾ നടത്തുകയും ഇനി അത്തരത്തിലുള്ള സമീപനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ നടപടിക്ക് കാരണമായിട്ടുള്ളത് പ്രധാനമായിട്ടും ജനുവരി 31-ന് മലപ്പുറത്ത് ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയിൽ ഇന്നിപ്പോൾ ഈ സസ്പെൻഷനിലായിട്ടുള്ള മുസ്തഫുൽ ഫൈസി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയൊക്കെയാണ്: 1974 മുതൽ താനടക്കമുള്ള ഉസ്താദുമാർ സമസ്തയ്ക്കും സുന്നത്ത് ജമാഅത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 20-30 വർഷങ്ങൾക്ക് ശേഷം പലരും വന്നു. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണ്ണയിക്കേണ്ടത്, ആദ്യം കയറിയവർ ഉണ്ടാവും, അവരാണ് ദിശ നിർണ്ണയിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇതാണ് മുഷവറ അംഗങ്ങളെ പ്രധാനമായിട്ടും ചൊടിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് ഇന്ന് യാതൊരു വിധത്തിലുള്ള അതായത് വിശദീകരണം പോലും തേടാതെ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനെതിരെ ലീഗ് അനുകൂലികൾ പ്രതിഷേധത്തിലാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ 100ാം വാർഷികത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, MC മായിൻ ഹാജി, യു ഷാഫി തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ തുടർ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഷഹദ് റഹ്മാനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനിയിപ്പോൾ ആ സസ്പെൻഷനിലേക്ക് നയിച്ച പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇപ്പോ മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി, സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ്. ഈ 10,000-കണക്കിന് മദ്രസ ഉണ്ടെങ്കിൽ ആ മദ്രസകളെല്ലാം നടത്തുന്നത് അവരാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമസ്തക്കില്ല, ആർക്കുമില്ല. ഇത് നാം മനസ്സിലാക്കണം. ഈ വളരെ വൈകിയ സമയത്ത് കടന്നു വന്നവർക്ക് ഇതൊന്നും അറിയില്ല. വൈകി വന്നവരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും അറിയില്ല. മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയുടെ ആ ഒരു വിവാദ പ്രസംഗമാണ് ഇപ്പോൾ കണ്ടത്. അതിനെ തുടർന്നാണ് ഈ നടപടികളെല്ലാം ഉണ്ടായത്. ഷഹദ് റഹ്മാൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയും ചെയ്തു.